അതിന്റെ ആരാണ് സാറിന്റെ വക്കീല്? അല്ലെ അതല്ലല്ലോ വക്കീലന്റെ. അല്ലല്ല, വിളിപ്പിച്ചായിരുന്നോ? വക്കീലിന്റെ പേരെന്താ? വക്കീലിനെ ഞാൻ ഫോൺ വിളിക്കാം. ഓക്കെ, ഒന്ന് അല്ലെ കുടുംബക്കാരും ഇല്ലേ പുറത്ത്? ജോണി മാമൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും കത്തി നിന്ന് പോയെ. ഓക്കെ, അപ്പൊ ജോണി മാമന്റെ അടുത്ത് സംസാരിച്ചേക്കാം. അല്ലല്ല, പെർമിഷൻ ചോദിച്ചായിരുന്നു നേരത്തെ വക്കീലിനെ വിളിക്കാൻ. അല്ല, ഞാൻ ജോണി മാമനെ സംസാരിച്ചേക്കാം, നിങ്ങൾക്ക് വേണ്ടിട്ടുള്ളത് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം. അല്ലല്ല, ജോണി മാമനെ അറിഞ്ഞൂടാ വക്കീലിനെ. അല്ലല്ല, ജോണി മാമനെ അറിഞ്ഞൂടാ, എന്റെ വക്കീല് വേറെ. ഹലോ, വക്കീല് എവിടെ? വക്കീല് പേരെന്താ? വക്കീലിന്റെ പേരെന്താ? പേരെന്താ വക്കീലിന്റെ? സാർ സാറേ ജോസഫ് അലക്സ്, വക്കീലിന്റെ പേര് ജോസഫ് അലക്സ്. നീ നിക്കണടത്ത് ഇങ്ങോട്ട് മാനസിക വിഭ്രാന്തിയുടെ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കണേ. ലോറ, നിന്റെ അടിച്ചിന്റെ പല്ല് ഇരിക്കും കേട്ടോ. തോന്നിയാസം പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞാല് അടിച്ചവളെ വേണ്ട വേണ്ട, ഞാൻ ജയിലിൽ പോയാലും എനിക്ക് അങ്ങനത്തെ ഒരു വന്നിട്ട് പോണ്ട. അങ്ങനെ രക്ഷപ്പെടണ്ട. സർട്ടിഫിക്കറ്റ് വേണ്ട. ഇല്ല, അപയിക്കത്തില്ല. നീ മാന്യമായിട്ട് മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഇത് പടവീടൻ സാറല്ലേ? പടവീടൻ പറഞ്ഞോ. അവള് ഞാൻ ഊട്ടി ട്രിപ്പ് പോകുന്ന എന്നെ വിളിക്കുന്ന സെല്ലിലാന്നൊരു ബോധം വേണ്ടേ? ഹലോ, ഞാനിവിടെ താഴെ സെല്ലിലുണ്ട്. അപ്പൊ എനിക്ക് തോന്നേ വരുന്നു. ഓക്കെ ഉണ്ടോ? കേറുക. നീ റിയൽ ലൈഫ് LLB ആണ്. അവിടെ അവ സിറ്റി ഇല്ലാത്തവനെ ഞാൻ എങ്ങനെ LLB എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഓക്കെ സാർ, ഒരു സുനയുടെ ശബ്ദം കേൾക്കുന്നത് നിങ്ങളെയാണോ സാറേ? ഇന്നത്തെ ദിവസം പോലീസിന്റെ കൈ ഉണ്ടാന്ന് ഞാൻ അപ്പോഴേ വിചാരിച്ചാണ്. പുള്ളിക്ക് അഡ്വക്കേറ്റ് ഉണ്ടോ? പിന്നെ അഡ്വക്കേറ്റ് ഇല്ല സാറേ, പിന്നെന്താ ഞാൻ സ്വയം ബാധിച്ചോട്ടെ ചോദിച്ചായിരുന്നു. അല്ല സാറേ ഞാൻ സ്വയം വായിച്ചോളാം സാറേ. ഞാൻ സ്വയം വായിച്ചോളാം. വക്കീൽ വേണ്ട സാറേ, ഞാൻ സ്വയം വായിച്ചോളാം. ഓ സാർ, റേഡിയോ ഉണ്ടോ കോർട്ടിന്? മറ്റേ ഇവർക്ക് ജോണി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് സംസാരിക്കണം. സമയം തരുമെന്നാ ചോദിക്കുന്നത്. റേഡിയോ അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോടൊന്ന് പറയുന്നുണ്ട്. സാറേ ഇതെന്താ കത്തിപ്പോയല്ലോ? ഇല്ല, എനിക്ക് കത്തിയൊക്കെ വേണം. എനിക്ക് ആരും അനങ്ങുന്നില്ല. ഒന്ന് വെയിറ്റ്. റെഡി. ശരി, ഫുഡും കൂടെ കഴിച്ചോട്ടെ സാറേ. എനിക്ക് വക്കീലില്ലേ സാറേ? എനിക്ക് വക്കീലില്ലേ? ഇല്ല, ഞാൻ വാദിച്ചോളാം. ഫോണൊന്നുമില്ല സാർ. റേഡിയോ സംസാരിക്കണ്ടേ? കോർട്ടിന്റെ റേഡിയോയിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അതില് മാത്രമേ ഉള്ളൂ. പേര് മാറ്റിക്കോട്ടെ. എന്താണ് സാർ? എന്താണ്? എന്തോ സ്വയം വാദിക്കാനാണോ വക്കീലുണ്ടോ? സ്വയം വാദിക്കാൻ ഉറപ്പാണല്ലോ? ഉറപ്പാ. എനിക്ക് എന്നിൽ കോൺഫിഡൻസ് സാർ. സ്വയം ബാധിച്ചോളാന്ന് ഞാൻ പറഞ്ഞില്ലേ? സ്വയം ബാധിച്ചോളാം. ഓക്കെ, നമുക്ക് പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കണ്ണപ്പി തന്നെയല്ലേ? എന്താണ്?
പേര് കണ്ണാപ്പി തന്നെയാണോ? ആ പേര് കണ്ണാപ്പി തന്നെയാണ്. ഓക്കെ. താങ്കൾക്ക് ലോയർ ഉണ്ടോ? ഒറ്റയ്ക്ക് ബാധിക്കും സാർ, വഴി വെട്ടി തന്നാനാണ്. അത്രേ ഉള്ളൂ. ആ അപ്പോ ബിഫോർ സ്റ്റാർട്ടിങ് lawyer ഉണ്ട്. കോടതിയില് പൈസ കൊടുത്ത് ഉണ്ടാക്കലോ കാര്യങ്ങളോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാധിക്കാനുള്ള എല്ലാവിധ റൈറ്റ്സും കോടതി ഇത് മുമ്പാണേ പുട്ട് പോലെ ഇറങ്ങി വരും, പുട്ട് പോലെ. ഇതിയൊക്കെ എഴുതി വെച്ചോ. ഓക്കെ. എന്താണ് സാർ? കോടതിയുടേതായ ഡെക്കറം കീപ്പ് ചെയ്താലേ താങ്കൾക്ക് ബാധിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ. ഓക്കെ, അതൊന്ന് ക്ലിയർ ചെയ്താണ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ. ഓക്കെ ആണോ? ഓക്കെ. പ്രോസിക്യൂഷൻ സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള ടൈം കൊടുക്കുക. അതിന്റെ ഇടയിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് ഞാനാണോ ഡിഫൻസ്? കോടതി ടൈം തന്നാൽ മാത്രമായിരിക്കും താങ്കൾക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഹലോ കണ്ണാപ്പി. സാർ ക്ലിയർ ആണ് സാർ. സാർ ഒരു ഡൗട്ട്, ഡിഫൻസ് ചെയ്യാനാണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സാറേ ഞാൻ ഡിഫൻസ് ഞാനല്ലേ? അതെ, താങ്കളാണല്ലോ. താങ്കളുടെ കേസിന് വേണ്ടി താങ്കൾ തന്നെയാണ് താങ്കൾക്ക് വേണ്ടി വാദിക്കുന്നത്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കോർട്ട് പ്രൊസീഡിങ്സ്. PD ലോയർ പ്രോസിക്യൂഷൻ. PD ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ ഫ്രണ്ടിലെ പോഡിയത്തിലോട്ട് വരാം. ഹലോ PD. 10 സർ. ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ പോഡിയത്തിലോട്ട് വരാം, കേസിന്റെ ഡീറ്റെയിൽസ് പറയാം. ഞാൻ ഇനി എന്റെ ഒരു പറച്ചിലുണ്ടാ കേസ് ഒബ്ജക്ഷൻ യുവർ ഓർഡർ. അതില് ഗെയിം മാറും, കളി മാറും. പ്രോസിക്യൂട്ടർ അത് തന്നെ, പ്രോസിക്യൂട്ടർ അത് തന്നെയല്ലേ? ആദ്യം തന്നെ കേസ് നമ്പർ, പിന്നെ കേസിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ. സോറി സർ. പറഞ്ഞോളൂ. കേസ് നമ്പർ വന്നിട്ട് 927. ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം സാർ. നമ്മുടെ യൂണിറ്റ്സ് പെട്രോളിയം പോയിക്കൊണ്ടിരിക്കുന്ന സംബന്ധിച്ചിട്ട് നമുക്കൊരു കോൾ വന്നു. കേൾക്കാമോ സാറേ എല്ലാവരും? ഓക്കെ, പറഞ്ഞോളൂ, കേൾക്കാം. മുതുകിൽ ഫയറിംഗ് ഉണ്ടായിരുന്നു. ഫയറിംഗ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പബ്ലിക് പ്ലേസ് വെച്ചിട്ടായിരുന്നു, ബീച്ച് സൈഡ് വെച്ചിട്ട്. അതെ, നീ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. അതേ ഇപ്പൊ പറയും. നിന്നെ ഊമ്പിച്ചേരടാ പുണ്ടച്ചി. നമ്മുടെ കണ്ണാപ്പി എന്ന് പറഞ്ഞ ആളും പിന്നെ മുച്ചിരി എന്ന് പറഞ്ഞ ആളും അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യായിരുന്നു, തമ്മിൽ അടിക്കായിരുന്നു. അവസാനം ഫയർ ചെയ്തെന്നാണ് നമ്മുടെ യൂണിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സമയത്തായിരുന്നു യൂണിറ്റ്സ് അവിടെ നിൽക്കണ്ടായിരുന്നു. ചോദിക്കാൻ പോയ സമയത്ത് നമ്മുടെ യൂണിറ്റ്സിനെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ ഫയർ ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ സമയത്ത് ഞങ്ങളെ ബാക്കിയുള്ള യൂണിറ്റ്സ് എത്തിയ സമയത്ത് കണ്ണാപ്പിനെ കഫ് ചെയ്ത് കൊണ്ടുവന്ന് ആളെന്നെ കുറ്റസമ്മതം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ മുച്ചിരിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത്, ഫയർ ചെയ്തെന്നുള്ളത്. അത് ഫ്രണ്ട്ലി അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു എന്നാണ് പറഞ്ഞത്. മുൻവെച്ചിട്ടായിരുന്നു ചെയ്തത്. അതുകൊണ്ട് സിറ്റിസൺസ് കംപ്ലൈന്റും പറഞ്ഞിട്ടായിരുന്നു. പബ്ലിക് മീറ്റിംഗ്സ് ഉണ്ടാക്കിയതുകൊണ്ട് നമ്മളെ ആളെ കഫ് ചെയ്തെടുക്കേണ്ടി വന്നു. വേറെ ഒബ്ജക്ഷൻ യുവർ ഓണർ. ആളുടെ കേസ് ബ്രീഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഊമ്പിച്ചല്ലടാ നീയൊക്കെ എന്നെ. ഓക്കെ ഓഫീസർ, കണ്ടിന്യൂ. ആളെന്നെ കുറ്റസമ്മതം ചെയ്യേണ്ടായിരുന്നു, മുച്ചിരെ ഫയർ ചെയ്തു എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ പീഡിയെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണ്, മീൻസ് ഫയർ ചെയ്യാൻ ശ്രമിച്ചത് ആരാണെന്ന് വെച്ചപ്പോ പുള്ളി രണ്ട് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. ഇപ്പൊ ഇടല്ലേ, ഓരോന്നോരോന്നായിട്ട് ഇടണേ. പറയണ്ടായിരുന്നു. ഗണ്ണ് സീസ് ചെയ്തില്ലായിരുന്നു സാർ. അപ്പൊ ആളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഇല്ലീഗലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായിരുന്നു സീസ് ചെയ്തേ? സാറേ വെപ്പൺ, ആള് യൂസ് ചെയ്ത വെപ്പൺ യൂസ് ചെയ്തില്ലായിരുന്നു. അത് മാത്രം നമ്മൾ സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് അത് മതി, വേറെ ഒന്നും വേണ്ട. ഐ വിറ്റ്നസ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഓഫീസേഴ്സ് ഉണ്ടായിരുന്നോ? ഏകൻ സാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ
ഏകൻ സാറും പിന്നെ നമ്മുടെ ടോണി സാർ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്കൾക്ക് തിരിച്ചു പോവാം. പ്രോസിക്യൂഷൻ ലോയർ എന്താണ് ഇതിനെ കുറിച്ച്? ഡിഫൻസ് പ്ലീസ് വെയിറ്റ്. പ്രോസിക്യൂഷൻ ഞാനല്ലേ വീണ്ടും ഞാനല്ലേ ഞാൻ ഡിഫൻസ് ആയിരുന്നല്ലേ. എന്നെ ഊപിച്ചലാണോ നീയൊക്കെ? ഒരാള് നേരത്തെ വന്നിച്ച് ഇതാരാ ഇതിപ്പം? ജോക്കി അതിൽ റെഡിയാണ്. മ്യൂട്ട് ചെയ്തിരുന്നു. കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അറ്റംപ്റ്റ് ടു മർഡർ, അസോൾട്ട് ഓൺ പോലീസ് ഓഫീസർ, ക്രിമിനൽ കോൺസ്പിറസി. സാർ കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറ്റവാളിയല്ല. ഓക്കെ താങ്ക്സ് സോ മച്ച്. 2 pounds. ഓൺ റേഡിയോ. പറഞ്ഞോളൂ സാർ. അപ്പം ആസ് പെർ ദ റിപ്പോർട്ട്സ് 5 കേസാണ് മിസ്റ്റർ കണ്ണാപ്പിക്കെതിരെ ഫയൽ ചെയ്തിരിക്കുന്നത്. 5 കേസോ? ഓക്കെ, റിപ്പോർട്ട്സ് ആർ ഗിവൺ ടു ദി കോർട്ട് ആൻഡ് ഐ റിപ്പോർട്ട് ടു ടേക്ക് നെസസറി ആക്ഷൻസ് റിഗാർഡിംഗ് ദ കേസ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ചാർജസ്? അപ്പൊ ഞാൻ വാദിക്കണ്ടേ? ചാർജസ് ഒന്നും കാണുന്നില്ലല്ലോ. ഉണ്ട് സാർ, അത് MDTയിൽ ഏറ്റവും അവസാനം തന്നെ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട്സ് എല്ലാം ക്ലിയർ ആണ്. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആണ്. ഓക്കെ, നോട്ടഡ്. ഈ പറഞ്ഞ അക്യൂസ്ഡ് ആയിട്ടുള്ള ജർമ്മൻ കണ്ണാപ്പിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ വന്നേക്കുന്ന കേസെന്ന്? പ്രോസിക്യൂട്ടർ പിയുടെ സൈഡിൽ നിന്ന് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലോയറിനെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോയറിനെ വേണ്ടെന്നാണ് പറഞ്ഞത്. ആൻഡ് പുള്ളിക്കാരൻ കുറ്റങ്ങളെല്ലാം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് പെർ ദ റിപ്പോർട്ട്സ്. ഓക്കെ, ഡിഫൻസ് സാർ ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റിൽ PD എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതില് ഈ PD പറഞ്ഞതില് ഒരു 90% കാര്യങ്ങളും കള്ളമാണ്. സീരിയസ്ലി ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം സാർ ഒന്ന് കേട്ടു നോക്ക്. ഞാൻ മുതുകിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്നെ ഒരു ആൾ ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് അയാളോട് ഇടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പച്ച മുടിയുള്ള എൻ്റെ അതേ സെയിം ഉള്ള ഒരു ആളുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. അയാൾ അവനെ കൊല്ലുകയും ചെയ്തു. പെട്ടെന്ന് PD വന്ന് നോക്കുമ്പോൾ അയാളെ അവിടെ കാണുന്നില്ല. ഞാനാണ് പച്ചമുടിയിട്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നേരെ വന്നു എന്നെ PD വന്ന് അറസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ PDക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഐ വിറ്റ്നസ് ആയിട്ട് ഇവിടെ 2 പേര് ഇവിടെ നമ്മുടെ കോർട്ടിൽ വന്നിട്ടുണ്ട്. വേണേ ഐ വിറ്റ്നസിനെ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അത് കഴിഞ്ഞ് PDയെ കൊന്നെന്ന് പറയുന്ന ഒരു കേസിൽ എന്നെ കള്ളക്കേസ് കുടുക്കി ഇവിടെ കൊണ്ട് നിർത്തിയേക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ എന്നെ PD കുറേ മർദ്ദിച്ചു. എനിക്കത് കോർട്ടിലുള്ളത് പറയണമെന്ന് തോന്നി. എന്നെ PD കുറേ മർദ്ദിച്ചു. അതുപോലെ തന്നെ കുറ്റം സമ്മതിക്കുന്നുള്ള രീതിയിലോട്ട് എൻ്റെ ജ്യേഷ്ഠനായ ചന്ദ്രബോസിനെ PDക്ക് കണ്ണിന് കണ്ടുകൂടാ. ഇവിടുത്തെ പല PD ഓഫീസേഴ്സിന് എൻ്റെ ജ്യേഷ്ഠനായ ചന്ദ്രബോസിനെ കണ്ണിന് കണ്ടുകൂടാ. ആ ഒരു ദേഷ്യം എന്നോട് വരുത്തി തീർക്കാനും ഇവിടുത്തെ PD ശ്രമിച്ചു. നീ കുറ്റം സമ്മതിക്കണം, നീ കുറ്റം സമ്മതിച്ചാലേ ചന്ദ്രബോസിന് നോവത്തുള്ളെന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരെ എൻ്റെ ഉണ്ട്. സാറ് എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. സാറിന് എൻ്റെ അവസ്ഥ കാണാം. ഓക്കെ, താങ്കൾക്ക് ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അവിടെ ഇരിക്കുക. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ ഐ വിറ്റ്നസ് ആയിട്ടുള്ള 2 പേരെ വിളിക്കാൻ പറ്റുമോ? ഓക്കെ, വിളിക്കാം. അണ്ണു ഹലോ ഒന്ന് ഫ്രണ്ടിലോട്ട്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ബോഡിയിലോട്ട് വരാട്ടോ. ബോഡിയിലോട്ട് അവരുടെ പേരൊന്ന് വ്യക്തമാക്കുക. ജോക്കർ റേഡിയോയില് പേരൊന്ന് മാറ്റേ.
ജോക്കർ ജോക്കറും കൂടെ ജോണി മാമൻ ഉണ്ട്. ഓക്കെ 1 at a time. ആദ്യം ആരെ വിളിക്കണ്ടേ ഡിഫൻസിന്? ജോക്കർ വരട്ടെ. ജോക്കർ എങ്ങനെയുണ്ടാ വാങ്ങിച്ചാ സംസാരിച്ചോളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അണ്ണു? എന്തുവാ പറഞ്ഞേ? പറയടാ. അല്ല, ഇവർ എന്നെ ഇവിടുത്തെ പീഡി എന്റെ ജ്യേഷ്ഠൻ ചന്ദ്രബോസിന് ഇവിടുത്തെ പീഡിയായിട്ട് പ്രശ്നമുള്ളത് അണ്ണുവിന് അറിയാലോ. ഇവിടുത്തെ പീഡി എന്നെ മർദ്ദിക്കുകയും ബലപൂർവം പറഞ്ഞു ഈ കുറ്റം നീ ഏക്കണം, ചന്ദ്രബോസിനോടുള്ള ആ ദേഷ്യം കൂട്ടാനായിട്ട്. കേൾക്കാവോ? ആദ്യമായിട്ട് ഹലോ കേൾക്കാം. യുവർ ഓണർ, എനിക്കിവിടെ സംസാരിക്കുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെയ്തത് സത്യം പറഞ്ഞ ഒരു സെൽഫ് ഡിഫൻസ് ആയിട്ടല്ലേ സാറിന് തോന്നുന്നത്? അല്ല, പിടി വരുമ്പോ പിടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോ അവര് ഫയർ ചെയ്തിട്ടുണ്ടോ? പറയോ? അക്യൂസ്ഡ് ആയിട്ടുള്ള കണ്ണാപ്പി പീഡിക്കെതിരെ ഫയർ ചെയ്തിട്ടുണ്ടെന്നാണോ? അത് വെറും തെറ്റായ ഒരു പ്രചാരണമാണ്. പീഡി അല്ല ഫയർ ചെയ്തത്. അവിടെ സെൽഫ് ഡിഫൻസിന്റെ കാര്യങ്ങള് വരുന്നില്ലല്ലോ. ഇത് പീഡി ഫയർ ചെയ്തതിനല്ലല്ലോ സാറിനെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നേ. അല്ല, ആ കേസില് അതിന്റെ കൂടി അവര് ആഡ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ വന്നേക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ വന്നേക്കുന്നത്. അതില്ല സാറേ പീഡി ഫയർ ചെയ്തിട്ടില്ല. പിന്നെ സെൽഫ് ഡിഫൻസിന്റെ കാര്യം സാറേ, സെൽഫ് ഡിഫൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സെൽഫ് ഡിഫൻസിന്റെ കാര്യം പറഞ്ഞു വെച്ചാല് എന്റെ അനിയനായ മുച്ചിരിയാണ് അവിടെ കിടക്കുന്നത്. എന്റെ സ്വന്തം അനിയനായ മുച്ചിരി, എന്റെ കുടുംബത്തിലുള്ള മുച്ചിരിയാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ചേട്ടനും അനിയന്മാരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മള് വഴക്കൊക്കെ ഉണ്ടാവത്തില്ല സാറേ. അല്ല, അവിടെ ഒരു കൊലപാതകത്തിലോട്ട് പോയത് വേറെ പച്ചമുടിയുള്ള വേറൊരാള്. ഇങ്ങനെ കുടുംബപരമായിട്ട് നമ്മളിങ്ങനെ ചുമ്മാ കളിച്ചു നടക്കുന്ന സമയത്ത് ചേട്ടൻ അനിയനെ വെടിവെക്കും, അനിയൻ ചേട്ടനെ വെടിവെക്കും. അങ്ങനെ അനിയൻ ചുമ്മാ ചൊറിഞ്ഞപ്പോ ചേട്ടന്റെ മെന്റല് തെറ്റി ചേട്ടനൊന്ന് വെടിവെച്ചതാണ്. അല്ല, വെടിവെച്ചിട്ടില്ല. അപ്പോ പൊതുസ്ഥലത്ത് വെച്ച് ഇവര് രണ്ടുപേരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവര് തമ്മില് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണോ സ്റ്റേറ്റ്? അല്ല സാറേ, അല്ല, പൊതുസ്ഥലത്ത് വെച്ച് ഞങ്ങൾ വാക്കുകയറ്റം എന്ന് പറഞ്ഞാൽ തമാശക്കുള്ള വാക്കുകയറ്റം. ഒരു ചേട്ടൻ അനിയനാകുമ്പോ മറ്റേ നമ്മളെ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇടിയൊക്കെ ആവത്തില്ലേ? തമാശയായിട്ടുള്ള വാക്കുകയറ്റമാണ്. അതിലവിടെ അപായം ഉണ്ടായിട്ടുണ്ടോ? അപായം ഉണ്ടായത് വേറെ പച്ചമുടി ഇട്ട വേറൊരാൾ വന്ന് ഇവനെ കൊന്നു, മുച്ചിരിയെ കൊന്നു. അത് പോലീസ് ചോദിക്കാൻ വന്നപ്പോ ഞാനാ കൊന്നേന്ന് വിചാരിച്ച് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് കള്ളക്കേസുകളായ ഏതോ രണ്ട് അയ്യോഭാവികളെ അടിച്ചു വന്ന കേസ് എന്റെ തലയിലെടുത്തിട്ട്. കാരണം പച്ചമുടിയായിട്ടുള്ളത് കണ്ണാപ്പി മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ നീഗൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ഇവരെല്ലാം പച്ചമുടി എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥ ഒരു രൂപം പറയുന്നില്ല, പച്ചമുടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ ജോക്കർ പറഞ്ഞ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഇവര് തമ്മിൽ അവിടെ വാക്കേറ്റം ഉണ്ടായിരുന്നു ചേട്ടനും അനിയനും തമ്മിലെന്നുള്ളത്? സാറേ, അത് നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുന്നതാണ്. അപ്പോ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാണോ ജോക്കി പറയുന്നത്? ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. ജോക്കി നേരത്തെ പറഞ്ഞത് ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണാപ്പി അങ്ങനല്ലേ? അങ്ങനെയാണ് യുവർ ഓണർ. സാറേ, നമ്മളിപ്പം എന്തോരം നമ്മളെ അനിയൻ ചേട്ടന്മാരെ നമ്മൾ എന്തോരം കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എടുത്തിട്ട് അങ്ങ് വെടിവെക്കുകയാണോ ചെയ്യുന്നത്? വെടിവെച്ചിട്ടില്ല സാർ. ഓക്കെ, നോട്ടഡ്. എന്നോട് പിടിച്ചാകത്തില്ലല്ലേടി. പീഡിനെ ഫയർ ചെയ്തിട്ടില്ല? ഇല്ല, ഇന്നേവരെ ഞാൻ ഒരു തെറ്റ് ഇന്നേവരെ ചെയ്തിട്ടില്ല. ഞാൻ പീഡിനെ ഫയർ ചെയ്തിട്ടില്ല. ഈ കോടതി മുമ്പാകെ, ആ ജഡ്ജി മുമ്പാകെ സാക്ഷ്യം പറയാണ്, ഇത് സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ. പീഡിയുടെ ബോഡി ക്യാംസിലെല്ലാം നിങ്ങൾ ഫയർ ചെയ്ത സിറ്റുവേഷൻസ് എല്ലാം വ്യക്തമായിട്ട് ഒന്ന് സാർ അത് എടുത്ത് പ്ലേ ചെയ്യണം സാർ. ജഡ്ജിയെ കാണിക്കണം സാർ. മാനിപ്പുലേറ്റർ ആണെന്ന് പറ. അല്ല, സാറിനെ അത് മാനിപ്പുലേറ്റ് ചെയ്താണ്. സാറിന് അങ്ങൊരു തെളിവുണ്ടെങ്കിൽ സാറ് ഇപ്പൊ ജഡ്ജിയെ കാണിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, സമ്മതിക്കാം. ഞാൻ അങ്ങൊരു തെളിവ് കാണിക്കും സാർ. ഞാൻ പോലീസിനെ വെടിവെക്കുന്നില്ലേ? പിന്നെ പോലീസ് നിങ്ങളെ എന്താ കുറ്റം സമ്മതിക്കാൻ വേണ്ടിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഉണ്ട്. അത് പക്ഷെ മർദ്ദിച്ചത് പോലീസ് സ്റ്റേഷനിൽ തന്നെ. ഇവർക്ക് ബോഡി ക്യാം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇവര് വേറെ 2 ഗുണ്ടകളെ വിളിച്ചു വരുത്തി. ആ ഗുണ്ടകളാണ് എന്നെ ആക്രമിച്ചത്.
സാർ എല്ലാ ബോഡി അവൈലബിൾ ആണ്. എന്റെ ജ്യേഷ്ഠൻ എന്നെ പീഡിയിൽ കാണാൻ വന്നപ്പോൾ ഞാൻ മർദ്ദിച്ചിട്ടായിരുന്നു നിന്നത്. അല്ലെന്ന് പറയട്ടെ എന്റെ ജ്യേഷ്ഠൻ. ജ്യേഷ്ഠ സാർ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണാപ്പിയുടെ മറ്റേ മാനസിക നില പരിശോധിക്കാൻ വേണ്ടി കണ്ണാപ്പിയുടെ അടുത്ത് ചെന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ണാപ്പിയുടെ ബാക്കിൽ നിന്ന് അവനെ മർദ്ദിക്കുകയായിരുന്നു ലിറ്ററലി. പോലീസ് ചോദ്യം ചെയ്യലിനിടയിൽ എടുക്കുകയും ചെയ്തു. ഞാൻ മുമ്പിൽ എനിക്ക് മനസ്സിലായി. അവർക്ക് ഹർട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തായിരിക്കും. ബട്ട് ആസ് പെർ ദ ഞാൻ അകത്ത് കയറി കിടക്കണമല്ലോ ഈശോയെ. ഇതുവരെയായിട്ടും ഒരു രീതിയിലുള്ള ഫോഴ്സിങ്ങോ അല്ലാതെ ഇഞ്ചുറീസോ ബോഡി ക്യാൻസർ ഇല്ല. ജോണി പാപ്പനാണ് എത്തിയപ്പോ തൊട്ട് വരെയുള്ള എല്ലാ ബോഡി ക്യാൻസും പിഡിയുടെ അവൈലബിൾ ആണ്. ഓക്കെ, പ്രോസിക്യൂഷന് എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പിന്റെ ആവശ്യം എന്തെങ്കിലും? Your Honor, it's fine that we can call upon the XMD for an medical check. ഗണപി ദേഹത്തോടെ പിച്ച് പാത്ത് മാന്തി വെക്കടി. നമുക്ക് നോക്കാം. ജോക്കർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു കോടതി? Yes, of course, Honor. Yeah. You can go back. Thank you. Okay, Mr. Chief of Police, Bharat. ഗോ ബാക്ക് എന്താ പറഞ്ഞത്? ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പിടിച്ചിരുത്തട്ടെ. ഓണർ, ജസ്റ്റ് മിനിറ്റ്. കോടതിക്ക് എന്തായാലും പുള്ളിയുടെ ഒരു ഓണർ അല്ലേ വന്നേക്കുന്നുണ്ട്. എന്തായാലും ആളുടെ മെഡിക്കൽ എടുക്കാൻ താല്പര്യമുണ്ട്. ഓണർ എന്നല്ലേ പുള്ളിയുടെ പേര്? അറേഞ്ച്മെന്റ്സ് ഓണർ സോറി ഓർഡർ ആട്ടെ. അറേഞ്ച്മെന്റ്സ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഒരു സീരിയസ് അലിഗേഷൻ ആണ് പോലീസിനെതിരെ വന്നിരിക്കുന്നത്. രീതിയില് ഈ പറഞ്ഞ കണ്ണാപ്പിക്ക്, അതായത് അക്യൂസിന് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് അലിഗേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കോടതി റെസ്യൂം ചെയ്യുക. ഓക്കെ. Yes, sir, sure, and we will submit the body cam visuals also by Chinadu. Okay. Then court is going for a break. Patrol എല്ലാവരും ഫുഡ് കഴിക്കണേ. Chinnan, please take him to the cell. Suspect. സാർ ആള് സെല്ലിലേക്ക് എടുത്തു. വെറുതെ കഴിച്ചോളൂ. ഫുഡ് വേണോ കണ്ണാ? നെഞ്ചാങ്കൂടിലൊക്കെ പോലീസുകാർ ഇടിച്ചിട്ടേ സാറേ. ഇതങ്ങോട്ട് അയ്യോ സാറേ, ഇടിച്ചില്ലെന്ന് പറയല്ലേ സാറേ. ഷറഫുദ്ദീൻ എന്ന് വിളിക്കാം, അടിച്ചങ്ങ് തിരിക്കും. ഞാനൊന്ന് സംസാരിച്ച തറവിന്റെ അടുത്തോട്ട് കയറിയിട്ട് അകത്തുനിന്ന് കയറ്റി വിടാൻ പറ്റത്തില്ലല്ലേ? അത് കുഴപ്പമില്ല, ഞാൻ നമ്മള് അൺകഫ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരൊന്ന് പുറത്തോട്ട് തന്നെ. അഡ്വക്കേറ്റ് അല്ല, പോലീസ് പ്രസൻസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ നിന്നേക്കാം. ബാക്കിയുള്ളവർ പുറത്തോട്ട് ഞാൻ വിസ്പറും പാമ്പോസും ഇട്ട് നിൽക്കുവാ ഇപ്പം. എന്നാലും കേക്കും, വിസ്പറിട്ടില്ലേ കേക്കും. ഇതിങ്ങനെ വിസ്പർ ഇടുന്നേ. ഈ ടാബിന്റെ മണ്ടയ്ക്ക് ഒരു വരെയുള്ള ഒരു സ്വിച്ച് ഇല്ലേ? അതെനിക്കില്ല. 10 കീസാ. അതില്ല. അപ്പൊ എച്ച് നോക്കി അല്ലേ? എഫിലോൺ റൈറ്റ് സൈഡ് നോക്ക്, താഴെ വിസ്പർന്ന് കാണിക്കത്തില്ലേ? റൈറ്റ് സൈഡ് ബോട്ടം. അവിടെ എന്തോ കിടക്കുന്നത്? ഇതിപ്പോ ഞാൻ പറയുന്നത് എങ്ങോട്ട് കേക്ക്? അങ്ങോട്ട് പരത്താറ, അങ്ങോട്ട് മാറിക്കണേ. പറഞ്ഞു. ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ അണ്ണു പറയല്ലോ. അണ്ണു ഒന്ന് അവിടെ സംസാരിച്ചേ. ഹലോ അണ്ണു അവിടെ പറഞ്ഞല്ലേ ഇവിടെ കേൾക്കാൻ പറ്റും. കണ്ണാപ്പി പോയി സംസാരിക്കുക. ഇതിനകത്ത് എത്ര ഡിസ്റ്റൻസ് നിന്നാലും കേൾക്കാം. അത് ഞാനൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ?
അപ്പൊ അതിന്റെ തെളിവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ നോക്കി അവസാനം ഈ ഷെയ്ക്കിന്റെ മറ്റേ ഡാൻസ് ഇല്ലേ, അതെടുത്ത് വട്ടിന്റെ പുറത്ത് ചെയ്താന്നും പറഞ്ഞിട്ട് ജഡ്ജി എടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് മനസ്സിലായോ? പുള്ളിക്കാരൻ ഓരോ ദിവസം ഓരോ ഇതാണ്, ഓരോ അവതാരമാണ്. മനസ്സിലായോ? ഇന്ന് മറ്റേ സിനിമയിലെ ഏതോ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി റൂമിൽ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇന്ത്യയിലൊക്കെ കോസ്റ്റ്ലിയെ കാണിച്ച് അങ്ങ് നിന്നാ മതി. ഞാൻ ജോണിപ്പോ അവന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഭ്രാന്താണ്. എന്റെ ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു ഊരി വരാനുള്ള. വേണ്ട ഒരു പോയിന്റ് വേണ്ട. ഞാൻ അവിടെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പ്രാന്തിന്റെ ബേസിസ് കട്ടായിട്ട് നിന്നുകൊണ്ട് ഞാൻ എല്ലാത്തിനും എസ് പറഞ്ഞാണ്. പറഞ്ഞ പോലീസ് ഒന്നും ഉപദ്രവിച്ചിട്ടില്ല, നീ ആണെങ്കിൽ മുച്ചിരിയെ മാത്രമേ കൊന്നിട്ടുള്ളൂ, പീഡി ഒന്നും വെടിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവരങ്ങ് വിട്ടോളൂ. വിടുന്നു ഭരത് സാറ് പറഞ്ഞത് വിടുവെന്ന്. അതൊക്കെ അങ്ങേരെ കണക്കൊരു കള്ളനുണ്ട്. ഞാൻ സിറ്റി കണ്ടില്ല. അങ്ങേര് നീ ഒന്ന് വാതുറക്കാതിരുന്നാ മാത്രം മതി. ഓക്കെ, ഭരത് സാറൊക്കെ നമ്മുടെ ആളാ. മനസ്സിലായോ? വാതുറക്കാതെ, കാരണം എനിക്ക് വേണ്ടത് റിയൽ സസ്പെക്ടിനെയാ. നീ വെടിവെച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ഇൻഫർമേഷൻ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് നീ മുച്ചിരിയുടെ കേസ് എനിക്കറിയില്ല. ഓക്കെ, വീഡിയോ വെടിവെച്ചത് നീ അല്ല എന്ന് 2-3 പേര് പറഞ്ഞു. മുച്ചിരി വെടിവെച്ച് ഞാനല്ല, കാരണം നിങ്ങളുടെ ബോഡി ക്യാമിൽ ഞാൻ വെടിവെച്ചായിട്ടും ഇല്ല. അതുപോലെ തന്നെ പച്ച മുടി വെച്ച് നമ്മുടെ കൂട്ടത്തിൽ നീഗനാണ് വെടിവെച്ചത്. പിന്നെ നീഗനെ ഒറ്റ നീ അത് ആവശ്യമില്ലാതെ പോലീസ് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു ഓവറാക്കി. ഒന്ന് പറയരുത് ദൈവത്തിൽ. നീ ഇങ്ങനെ ആടി ഒലഞ്ഞൊക്കെ നിന്നാ മതി. മനസ്സിലായോ? കേൾക്കാം സാർ, അവര് ലോയറുമായിട്ട് സംസാരിക്കാൻ സാർ. അവരാതിക്കുണ്ടായ കഴിവേറി നിനക്കൊക്കെ നാണം കൊണ്ടടാ. കൂറ്റണ്ട് മൈര എന്നെ അവിടെ ചിരിച്ചിട്ട് നിനക്ക് ഇത്ര നാണം കെടുത്താനായിട്ട്. ഞാനൊരു പോലീസിനെ പുറത്ത് നിർത്തുന്നുണ്ട്. ഇല്ല എടാ, നമ്മള് അങ്ങനല്ല സോറോട്ട് ബന്ധം. മനസ്സിലായോ? നീ എന്നെ വിശ്വസിക്കട്ടെ. നീ അണ്ണൂരെ എനിക്ക് വിശ്വാസമുള്ളതോടെ നിൽക്കുന്നത്. ജഡ്ജി എന്നെ മുമ്പിക്കാന്നാണെങ്കിൽ പക്ഷെ അണ്ണു ഞാൻ ഇത്ര നാൾ സിറ്റിയിൽ ഉണ്ടാക്കി എന്റെ കംപ്ലീറ്റ് ഓറ പോകുന്നു. അകത്ത് പോയി കിടന്നാലും എന്റെ ഓറ പോകത്തില്ല. സിറ്റിയിൽ പുറത്തുള്ളവരും പറഞ്ഞത് നിനക്ക് ഭ്രാന്താന്ന്. അണ്ണു ഇത് എന്റെ ഓറ പോകുന്ന പരിപാടിയല്ലേ അണ്ണു. നമ്മുടെ ആ ഒരു ക്യാരക്ടർ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ? എന്നാ പിന്നെ അകത്ത് കിടന്നോ? അണ്ണു അകത്ത് കിടന്നാലും കുഴപ്പമില്ല അണ്ണു. ഞാൻ എന്റെ ഒരു ഓറ തന്നെ നിൽക്കാം. അല്ല, ഓൾറെഡി ഇതൊക്കെ ജഡ്ജി എടുത്ത് പറഞ്ഞൊക്കെ സമ്മതിച്ചു. നിന്റെ അടുത്ത് ലാസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. നിനക്ക് ഭ്രാന്താന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് ഓറയും കൊണ്ട് കൊണ്ട് കൊടുപ്പിച്ച്. അവളും പറഞ്ഞല്ലേ ഭ്രാന്താന്ന്. പിന്നെ അപ്പം ഇതിനകത്ത് മാറ്റമൊന്നുമില്ല. നമ്മൾ ഇതാണ് പ്രൊസീഡ് ചെയ്യുവാണ്. ദൈവത്തെ ഓർത്തിട്ട് ഇതാക്കരുത് കേട്ടോ. വേണേ എനിക്ക് ജോണി മാമന്റെ അടുത്ത് സ്പീക്കർ ഇട്ട് കേൾപ്പിക്കാമല്ലോ. പറഞ്ഞോ. കണ്ണപ്പി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? കണ്ണാപ്പി, അതായത് ഇവിടെ പറഞ്ഞിട്ട് നമ്മളൊരു 5 CR കെട്ടി വെച്ചിട്ട് പിന്നെ ജാമ്യത്തിന് വേണമെങ്കിൽ പുറത്തേക്ക് ഇടാം. എന്നിട്ട് നാളെ ഈ കേസ് നമുക്ക് ഡീലാക്കി നല്ലൊരു വക്കീലിനെ വെച്ച് വേണമെങ്കിൽ വാദിക്കാം. അങ്ങനെ ചെയ്യട്ടെ? അങ്ങനെ ഇപ്പൊ ഈ ഒരു കാര്യമുണ്ട് എടാ, അങ്ങനെയാണെങ്കിൽ നടക്കത്തുള്ളൂ. ഇതിപ്പോ നിന്നെ നമ്മുടെ ക്യാരക്ടർ കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കില്ല. അങ്ങനെയാണെങ്കിൽ അകത്ത് പോയി കിടക്കും അന്തസ്സായിട്ട്. കുറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓറ പോത്തില്ലേ ജോണിയോമ്മ. ഞാൻ ഇത്ര വർഷങ്ങളും വെച്ചുണ്ടാക്കിയ ഒരു നിലയും വിലയുണ്ട് എനിക്ക്. അത് കളഞ്ഞിട്ട് നിൽക്കാൻ പറ്റൂല. നാളത്തെ നല്ലൊരു വക്കീലിനെ സെറ്റ് ആക്കാൻ പറ്റുമോ? വക്കീലിലേക്ക് റെഡിയാക്കോളാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജോക്കിയും കൂടെ ഒന്ന് വരുമോ? ജോക്കി ജഡ്ജിന്റെ റൂമില് നമുക്ക് ഭരത്തിനോടും കൂടെ സംസാരിച്ചിട്ട് ഇതിന് പൈസ അവന്റെ കയ്യിൽ നിന്ന് 5 CR അല്ല, എന്റെ പൈസ ഇല്ല. 34 ലക്ഷം രൂപ ഉള്ളു എന്റെ കയ്യില്. 34 ലക്ഷം രൂപ പൈസ ഇല്ലാതെ നിനക്ക് ജാമ്യം കിട്ടത്തില്ല. ആ ലോറയുടെ ചോദിക്കട്ടെ. ജോണിയോ ഒന്നി ലോറയുടെ മേടിക്കുക, അല്ലെങ്കിൽ ജോണിയോനൊന്ന് മറിക്ക്. ഒരു 5 കോടി മറിക്കുക നിങ്ങളില്ലേ? ജോണിയമ്മ ഒരു 5 കോടി മറിക്കുക. എനിക്കൊരു 5 കോടി മറിക്കില്ല ജോണിയമ്മ. ഞാൻ നാളെ തരാം. നമ്മുടെ ഇല്ല, നമ്മളെ മറ്റേ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തേക്കും ഇത് മൊത്തം. ജോണിയമ്മ ഇത് എന്തൊരു 5 കോടി ഇല്ലെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വാസം ഇല്ല. അവക്ക് സ്നേഹം ഉണ്ടോ? അവളെ വിളിച്ചു അവളെന്തായാലും തരും. അവളെ സോട്ട് ചെയ്യാൻ ജോലി തരും. അണ്ണു ഞാൻ പറയട്ടെ, അണ്ണു നാളെ ഇപ്പൊ അണ്ണൂന് ഇതുപോലൊരു കേസ് പിടിച്ച് അണ്ണൂനെ ഇറക്കാനായിട്ട് വക്കീല് പറയാം അണ്ണൂര് മാനസിക രോഗിയാണ്, അല്ലെ അണ്ണു മറ്റേ ഇതാണ് മറ്റേതാണ്. ഞാൻ മറ്റേ കോടതി ഇരിക്കുവന്നേ. ഇല്ലാന്നേ, കത്തിപ്പോയില്ലേ, മൊത്തം കത്തലാണ്. ഞാൻ കത്തി നിൽക്കുക. നമുക്ക് ഇന്നലെ ഓക്കെ. നിന്റെ കൂട്ട് തന്തയില്ലാത്ത ഞാൻ കാണിക്കത്തില്ല. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നമ്മൾ ഇത്രയും വർഷം ഉണ്ടാക്കി എന്റെ ഒരു ഓറ പോത്തില്ലേ അകത്ത് കിടക്കണു അന്തസ്സായിട്ട്. ഇതൊക്കെ എടാ പൊട്ട, ഇതൊക്കെ ആദ്യമേ വക്കീലിന്റെ അടുത്ത് നിന്നാ കോടതി മുറി എന്ന് പറയുന്നതിന് വേറെ നീ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ച് മാസം അടിക്കാൻ നോക്കി ഊമ്പിപ്പോയി.
നിന്നെ കൊണ്ട് ഈ പരിപാടി പറ്റത്തില്ല, മനസ്സിലായോ? നീ ഓറാ മാസം എന്നൊക്കെ പറഞ്ഞാൽ അത് രണ്ട് നിനക്ക് ചേരത്തില്ല. അതെന്തൊരു പറഞ്ഞിട്ടുണ്ട് ഓറയ്ക്കൊരു പേരുണ്ട്. ടൂത്ത് പേസ്റ്റ് എടുത്ത് മോന്തയ്ക്ക് വെച്ചിട്ട് മറ്റേ ലിപ്സ്റ്റിക് ഇട്ട് നടക്കണം വാണമേ. നിനക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ, നിനക്ക് ബുദ്ധിയില്ല, നീ ഗ്യാങ്ങിന് അപമാനം ഇല്ലോടാ. എന്നെ ഇതിനകത്ത് കയറ്റി നിർത്തിയില്ലോടാ, ജയിലിൽ കയറ്റോടെ കണ്ടോരാ കഴിവ്. അണ്ണു സെല്ലി കയറിയില്ല ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ. ഇപ്പൊ ഞാൻ വേറെ കേസ് പറഞ്ഞു, ഇതിപ്പോ തുറക്കാൻ പറ്റില്ല. അണ്ണു ഇപ്പൊ എന്നോട് കുറച്ചേരം സെല്ലി കിടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞാൽ തുറന്നു കഴിഞ്ഞോളൂ. അണ്ണു ഓറ ആണെന്നുള്ളൊരു പരിപാടിക്കും വേണ്ട, നമ്മള് ഇത് മാസമായിട്ട് വാദിക്കുന്നത്. കണ്ണാപ്പി നിനക്ക് ഓറ ഇല്ല ആക്ച്വലി, അത് മനസ്സിലാക്കി. അങ്ങനെ പറയല്ലേ അണ്ണ. എന്നെ ഒന്ന് പുറത്ത് നമുക്ക് ഭരചന്ദ്ര സാറിന്റെ ഒരു പ്ലാനും വേണ്ട. ജോക്കി ഇപ്പം അവിടെ ജഡ്ജിനോട് ഒന്ന് പുറത്തോട്ട് പോവാ. പിന്നെ തുറക്കുമ്പോ ഓടിക്കോളാം. ഇത് എന്തോ സ്കൂളോ? മാർഷൽ കുട്ടി പ്ലീസ് സ്റ്റേ ഔട്ട് സൈഡ്. മാർഷൽ ഞാനിപ്പോ അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഫൈൻ ഉണ്ടാകും, ജയിലുണ്ടാവില്ല. ഓക്കെ, പകരം XMD-ലോട്ടായിരിക്കും, XMD ട്രീറ്റ്മെന്റിലോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ കേസ് ഇന്ന് നടത്തുന്നില്ല, കാരണം സിറ്റിയുടെ അവസ്ഥ മനസ്സിലായല്ലോ. അതുപോലെ ജോണി റിക്വസ്റ്റ് ചെയ്തു. ഇവൻ പറയുന്നത് മറ്റേ ഇവൻ ഓറ പോവെന്നോ എന്തോ പോവെന്നോ. പറ്റത്തില്ല സാറേ, പറ്റത്തില്ല. കേസല്ല, കുടുംബക്കാർ മൊത്തം പെടും. കുഴപ്പമില്ല. അല്ല എന്നാൽ അഭിമാനം വെച്ചിട്ടുള്ള പരിപാടിക്ക് ജീവി നിൽക്കത്തില്ല. സത്യമല്ലേ, നിനക്ക് ഭ്രാന്താണല്ലോ സാറേ. അണ്ണു നമ്മൾ അഭിമാനം വെച്ചുള്ള ഒരു പരിപാടിക്കും അല്ലെ കുടുംബക്കാർ മൊത്തം ഇനി ഇവിടെ നാളെ വന്ന് നിന്നാലും അണ്ണു നമ്മളെ അതൊക്കെ നമ്മൾ മാറ്റി പറയിപ്പിക്കും. അണ്ണു ഇത് അണ്ണു ഇത് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യരുതണ്ണു. ഞാൻ അത്ര പറയാനുള്ളൂ അണ്ണു. കഴിയുമ്പോ പുറത്തോട്ട് വന്നാൽ മതി. അണ്ണു അണ്ണു ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാരും അവിടെ വന്ന് നിന്നാലും അണ്ണു നമ്മുടെ ആ ഒരു ഓറ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുതണ്ണു. എടാ മുതുക്ക് മോറ, നിനക്ക് ഓറയും പറയൊന്നുമില്ല, നീ ഒരു വാണമാണ് ഗ്യാങ്ങിലെ. ജോണി ജോക്കി അതുപോലെ തന്നെ പുള്ളിയെ വിട്ടിട്ടുണ്ട്, ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്, പൈസ ഇറക്കി വെച്ചിട്ട്. ഓക്കെ, അതിന്റെ ഏർപ്പാട് ഇറക്കി വിടാം. അതിന്റെ ഏർപ്പാടെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ജോണി അമ്മനൊക്കെ കൂടെ നിന്ന്. ഓക്കെ, ബാക്കി വളച്ചൊടിച്ച് ഇല്ലാണ്ടാക്കാതിരുത്താൻ മതി പുള്ളിക്കാരൻ. വളച്ചൊടിച്ച് സാറേ ഞാൻ പറയട്ടെ, വളച്ചൊടിച്ച് ഞാൻ എങ്ങനെയാണോ ഞാൻ എന്റെ സ്റ്റാൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ പോകത്തുള്ളൂ സാറേ. നമുക്ക് ഈ പ്രാന്താണ് അതൊന്നും പറഞ്ഞ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ആദ്യം നീ അക്സെപ്റ്റ് ചെയ്തിട്ട് നിന്നെയാണല്ലോടാ. എവിടെ സാറേ ഒരു മിനിറ്റ്, ചാറ്റിനകത്ത് എന്ത് ഓറ കണ്ടപ്പോ നിനക്ക് അങ്ങ് പൊട്ടിയ? ഇല്ല അണ്ണു, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് നമ്മള് ഓറ ഇട്ടൊരു കളിയില്ല. നിനക്കത് ഇല്ല സാധനം, മനസ്സിലായി? അണ്ണു ഞാൻ പണ്ട് തൊട്ടേ അണ്ണു ഓറ വിട്ട് നമ്മള് അണ്ണു ഒന്ന് ആലോചിച്ചു. എന്നെ മാനസിക രോഗിയാക്കിട്ട് എന്നെ ഇവിടുന്ന് എടുക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ എന്നെ അങ്ങനെ കാണത്തില്ലേ അണ്ണു? അതെന്താണോ എന്തേലും കാണിക്കട്ടെ, നീ വരിക പോ, എന്താ ചെയ്യും. അത് സത്യം പറഞ്ഞോണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ നീ സത്യം പറഞ്ഞ എന്തിനാടാ ആ പോടിയത്തിൽ കയറി എന്തൊക്കെ ഊമ്പിത്തരവാടാ കണ്ണാ പറഞ്ഞേ. നീ എന്തൊക്കെയാടെ നീ പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോടിയത്തിൽ കയറി ബുദ്ധിയും ബോധമുള്ളവനാണെങ്കിൽ അവിടെ കയറി നിന്ന് നൈസായിട്ട് വാദിച്ച് ആ ഓറയും വെച്ചിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ കുറ്റസമ്മതം നടത്തി, പിന്നെ കുറ്റം മാറ്റി പറഞ്ഞ് ഞാൻ ആ ഓറ വെച്ചാണ് ആ ഇറങ്ങുന്നത് വരെ എനിക്ക് മുട്ട ഓറയായിരുന്നു. ഇറങ്ങി കഴിഞ്ഞ് നിങ്ങളുടെ പ്ലാൻ കേട്ടപ്പോഴത്തേക്ക് എന്നെ മൾട്ടിപ്പിൾ പേഴ്സണൽ ഡിസോർഡർ അങ്ങനെയൊക്കെ എന്നെ ഒരു ബുദ്ധിയില്ലാത്തതാക്കാൻ പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. വക്കീലിനെ വെച്ചിട്ട് നമുക്കത് ആലോചിക്കാം. നീ ഒരു കാര്യമുണ്ട്, നാളെ ഇപ്പൊ നമ്മൾ കോടതിയിൽ കാശ് കെട്ടി വെച്ചിട്ട് പിന്നെ ജാമ്യത്തിൽ കൊണ്ടുപോകും. പക്ഷെ കോടതി വിളിപ്പിക്കും, നാളെ വന്നില്ലെങ്കിൽ ജോക്കി പെടും. മുങ്ങരുത്. ഓക്കെ, ജോക്കിയുടെ നിന്നെ പുറത്തിറക്കണം. ജോണി മാമിന്റെ പേരും കൂടെ വേണമെന്ന് ജഡ്ജി പ്രത്യേകം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജോക്കിയോട് എനിക്ക് പേഴ്സണലി ഒരു കാര്യം പറയണം. ജോക്കി ഒന്നും നമ്മൾ തിരിച്ചു വരാം ഒരു